ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ഇന്നലെ ശരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു കേരളത്തിൻ്റെ കൊമ്പന്മാർ കരിങ്കയിൽ കാഴ്ചവെച്ചത്. ആദ്യം ലീഡെടുത്ത ശേഷം 2 ഗോളുകൾ വഴങ്ങിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ISL രണ്ടാം പകുതിയുടെ തുടക്കത്തിലെ ആദ്യ മത്സരത്തിൽ ഒഡീഷ FC പരാജയപ്പെട്ടത്. അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചതെവിടെ കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കറിയാം, ഇന്നലെ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 13ാം റൗണ്ട് പോരാട്ടവും അതോടൊപ്പം തന്നെ ISLൻ്റെ തിരിച്ചുവരവിലെ ആദ്യ പോരാട്ടവുമായിരുന്നു. എവേ മത്സരത്തോടു കൂടിയായിരുന്നു കേരളത്തിൻ്റെ കൊമ്പന്മാർക്ക് ഇന്നലെ ISL രണ്ടാം പകുതിയിൽ അവശേഷിക്കുന്ന 10 മത്സരങ്ങളിലെ ആദ്യ മത്സരത്തിന് കൊടികയറിയത്. കലിംഗയിൽ സൂപ്പർ കപ്പ് പരാജയത്തിന് പിന്നാലെ വീണ്ടും കലിംഗയിൽ ഇന്നലെ ഒഡീഷ FCയോട് 1-2 ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി അറിഞ്ഞത്. ആദ്യം 11ാം മിനിറ്റിൽ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമൻഡക്കോസിലൂടെ മുന്നിലെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിനെ രണ്ടാം പകുതിയുടെ 53ാം മിനിറ്റിലും 57ാം മിനിറ്റിലും നേടിയ ഇരട്ട ഗോൾ, റോയ് കൃഷ്ണ നേടിയ ഇരട്ട ഗോളിൻ്റെ മികവിലാണ് ഒഡീഷ മറികടന്നത്. ജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പിന്തള്ളി പോയിന്റ്സ് ടേബിൾ 27 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തേക്ക് ഉയരാനും ഒഡീഷയ്ക്ക് സാധിച്ചു. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ തോൽവി അറിഞ്ഞതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് 13 മത്സരങ്ങളിൽ നിന്ന് 26 പോയിന്റുമായി 3ാം സ്ഥാനത്തേക്ക് താഴ്ന്നിരിക്കുകയാണ്. 11 കളിയിൽ നിന്ന് 27 പോയിന്റുള്ള FC ഗോവയാണ് നിലവിൽ പോയിന്റ്സ് ടേബിളിൻ്റെ 1ാം സ്ഥാനത്ത് തുടരുന്നത്. ഇന്നലെ നമുക്കറിയാം 4-4-2 ഫോർമേഷനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ അണിനിരന്നത്. മുന്നേറ്റത്തിൽ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമൻഡക്കോസിനൊപ്പം മലയാളി യുവതാരം നിഹാൽ സുധീഷിനെ ഇവാൻ വെക്കോമനോച്ച് ഇന്നലെ അണിനിരത്തി. ഒപ്പം ഗോൾ പോസ്റ്റിൽ മലയാളി താരം സച്ചിൻ സുരേഷ് തന്നെയായിരുന്നു. ഡിഫൻസിൽ മിലോസും അതോടൊപ്പം തന്നെ മാർക്കോ ലസ്കോവിച്ചും പ്രീതം കോട്ടാലും നവോച്ച സിംഗുമായിരുന്നു ഇന്നലെ ഡിഫൻസിൽ ഇറങ്ങിയത്. മിഡ്ഫീൽഡിൽ ഇരട്ട സഹോദരങ്ങളായ മുഹമ്മദ് ഐമനും മുഹമ്മദ് അസ്ഹറിനും ഒപ്പം ഡെയ്സുഗി സക്കായും ഡാനിഷ് ഫറൂഖുമായിരുന്നു ഇന്നലെ മിഡ്ഫീൽഡിൽ അണിനിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. 4-3-3 ഫോർമേഷനായിരുന്നു സെർജിയോ ലോബേറയുടെ ഒഡീഷ ഇന്നലെ കളിക്കാനിറങ്ങിയത്. ആദ്യം 11ാം മിനിറ്റിൽ മലയാളി യുവതാരം നിഹാൽ സുധീഷിൻ്റെ ഒരു മികച്ച ഗോൾ പോസ്റ്റിന് സമാന്തരമായ ഒരു അസിസ്റ്റിലൂടെയാണ് തൻ്റെ ഫസ്റ്റ് ടൈം ക്ലിനിക്കൽ ടച്ചിലൂടെ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമൻഡക്കോസ് സീസണിലെ 8ാം ഗോളും ഇന്നലത്തെ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏക ഗോളും നേടിയത്. ശരിക്കും ഇന്നലത്തെ കേരള ഒഡീഷ പോരാട്ടം നമുക്കൊരു 2 തട്ടിലായിട്ട് നിർത്താം. ആദ്യ പകുതി ആദ്യത്തെ 45 മിനിറ്റ് ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എന്താണുള്ളതിന് വ്യക്തമായ ഉദാഹരണം തന്നെയായിരുന്നു. തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഒഡീഷ FCയുടെ ഡിഫൻസിനെ അട്ടപ്പട്ടലം പരീക്ഷിച്ച മുന്നേറ്റങ്ങളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ആദ്യ പകുതിയുടെ ശരിക്കും തുടക്കം മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്രമണ ഫുട്ബോളാണ് നമ്മൾ കണ്ടത്. എന്നാൽ രണ്ടാം പകുതിയിൽ ഡിഫൻസിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിയ ടീമിന് ശരിക്കും ഡിഫൻസിലെ പ്രധാനപ്പെട്ട 2 പാളിച്ചകൾ തന്നെയാണ് ആ ഒരു 2 ഗോളുകൾക്കും ഒഡീഷ FCയുടെ 2 ഗോളുകൾക്കും വഴിയൊരുക്കിയത്. ആദ്യ ഗോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ റോയ് കൃഷ്ണ നേടിയ ആദ്യ ഗോൾ എന്ന് പറയുന്നത് പോസ്റ്റിനുള്ളിലേക്ക് ഒരു ത്രോയിൻ സിറ്റുവേഷനിലൂടെ അമേ റാണാവടെ നൽകിയ ക്രോസിൽ ഒരു കോർണർ കിക്കായിരുന്നു അത് ക്ലിയർ ചെയ്യാൻ പ്രീതം കോട്ടാന് പിഴച്ചതോടുകൂടിയാണ് അദ്ദേഹത്തെ കബളിപ്പിച്ച് പിന്നിലൂടെ വന്ന റോയ് കൃഷ്ണ വളരെ അനായാസം ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. രണ്ടാമത്തെ ഗോളും ഏതാണ്ട് ഡിഫൻസിൻ്റെ പ്രധാനപ്പെട്ട പിഴവ് തന്നെയായിരുന്നു. ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ പോസ്റ്റിൽ 2 താരങ്ങൾ ഒഡീഷയുടെ മെയിൻ സ്ട്രൈക്കേഴ്സായ ഡീഗോ മൗറീഷ്യയും റോയ് കൃഷ്ണയും ഈ 2 താരങ്ങളും പോസ്റ്റിനുള്ളിൽ വളരെ ഫ്രീ ആയിട്ട് നിന്ന സമയത്തായിരുന്നു ആ ഒരു ക്രോസ് വന്നത്. ഡിഫൻസിൽ ശരിക്കും അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഒരു റോയ് കൃഷ്ണ ഡിഗോ മൗറീഷ്യ സഖ്യത്തെ വളഞ്ഞിടാൻ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിന് ഇന്നലെ രണ്ടാം പകുതിയിൽ സാധിച്ചില്ല. അതുതന്നെയായിരുന്നു രണ്ടാം ഗോളിനും റോയ് കൃഷ്ണയുടെ 2ാം ഗോളിനും ISL ചരിത്രത്തിലെ 50ാം ഗോളിനും വഴിയൊരുക്കിയത്. ശരിക്കും ഒരു ദൗർഭാഗ്യകരമായ ഒരു പരാജയം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ രുചിച്ചറിഞ്ഞിരിക്കുന്നത്. ഇനി മത്സരത്തിലെ ഇന്നലത്തെ ആ ഒരു സ്റ്റാറ്റുകളിലേക്ക് വരുവാണെങ്കിൽ ഒഡീഷ FC 11 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. അതിൽ 6 എണ്ണം ഓൺ ടാർഗറ്റും 62% പൊസിഷൻ ഉണ്ടായിരുന്നു. 534 സക്സസ്ഫുൾ പാസുകളും ഒഡീഷ കംപ്ലീറ്റ് ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ 8 ഷോട്ടുകളാണ് ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ളത്. 6 എണ്ണം ഓൺ ടാർഗറ്റും 38% മാത്രമാണ് ബോൾ പൊസിഷൻ, 329 പാസുകൾ. അതോടൊപ്പം തന്നെ എടുത്ത് പറയുന്ന താരം തന്നെയാണ് ഇമാനുവൽ ജസ്റ്റിൻ. ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 64ാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISLൽ ഇമാനുവൽ ജസ്റ്റിൻ അരങ്ങേറിയത്. ശരിക്കും ജസ്റ്റിൻ വന്നതോടുകൂടി തന്നെ രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി ആക്രമണ ഫുട്ബോൾ കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. അവസാന നിമിഷങ്ങളിലടക്കം ഒഡീഷയുടെ പോസ്റ്റിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ പോലും അവരുടെ ആ ഒരു പ്രതിരോധത്തെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ഗോൾ മടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. ഒപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ എഡ്രിനൽ ലൂണയ്ക്ക് പകരക്കാരനായി ടീമിലേക്ക് എത്തിച്ച ലിത്വാനിയൻ നാഷണൽ ടീമിൻ്റെ നായകനായിരുന്ന ഫെഡോർ ചെർണിച്ചും ഇന്നലെ ISL ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറി. 84ാം മിനിറ്റിൽ ദിമിത്രോസ് ഡയമൻഡക്കോസിന് പകരമായിട്ടാണ് ഫെഡോർ ചെർണിച്ചിനെ ഇവാൻ വെക്കോമനോച്ച് കളി അയച്ചത്.
എന്നിരുന്നാലും കലിംഗയുടെ മണ്ണിൽ ഒരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സ് ആശ. കപ്പിലും ഇപ്പോഴത്തെ ISLൻ്റെ 13ാം റൗണ്ട് പോരാട്ടത്തിലും കലിംഗയുടെ മണ്ണിൽ ബ്ലാസ്റ്റേഴ്സ് തോൽവി അറിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഫെബ്രുവരി 12-ാം തീയതി ഹോം മത്സരമാണ്. കൊച്ചിയിലെ സ്വന്തം തട്ടകത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ പഞ്ചാബ് FC ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത എതിരാളികൾ.